ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ അനധികൃത വഴിയോര കച്ചവടങ്ങൾ ജനങ്ങൾക്കും വ്യാപാരി സമൂഹത്തിനും ദോഷകരമാകുന്നതായി കാട്ടി വ്യാപാരി വ്യവസായി സമിതി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യു അറിയിച്ചു. ഉചിതമായ നിയമ നടപടികൾ എത്രയും വേഗം ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ അനധികൃത വഴിയോര കച്ചവടങ്ങൾ ജനങ്ങൾക്കും വ്യാപാരി സമൂഹത്തിനും ദോഷകരമാകുന്നതായി കാട്ടി വ്യാപാരി വ്യവസായ സമിതി നൽകിയ നിവേദനത്തിന്റെ ഭാഗമായി അടിയന്തര ഇടപെടൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൈക്കൊള്ളുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യു അറിയിച്ചു. ഭരണിക്കാവ് പഞ്ചായത്തിൽ KP റോഡ് പരിസരത്തുള്ള അനധികൃത കച്ചവടത്തിനെതിരായി വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പഞ്ചായത്ത് പടിക്കൽ വിരോധ സമരം സംഘടിപ്പിക്കുകയും തുടർന്ന് അവരൊരു നിവേദനം ഇവിടെ നൽകുകയുമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അനധികൃതമായി കച്ചവടം ചെയ്യുന്നവർക്കെതിരെ പഞ്ചായത്ത് നടപടി ഉണ്ടാവും. കാരണം രാത്രി കാലങ്ങളിൽ ഒക്കെ രാത്രിയും പകലും ഒക്കെ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ടും പലപ്പോഴും അപകടങ്ങൾക്ക് വരെ ഈ കച്ചവടം കാരണമാകുന്നുണ്ട്. പിന്നെ മറ്റുള്ള കച്ചവടക്കാരെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള. അപ്പോൾ അതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടലുണ്ടാവും. അവരെ വേറൊരു ഭാഗത്തേക്ക് പുനരധിവസിപ്പിക്കുന്നതിനും ഈ തിരക്കേറിയ KP റോഡിൽ നിന്നും മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുന്നതുമാണ്. ഗതാഗത തിരക്കേറിയ KP റോഡിന്റെ ഇരുവശത്തും യാതൊരു മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിക്കാതെയാണ് വഴിയോര കച്ചവടം നടത്തുന്നത്. ഈ ഭാഗങ്ങളിൽ നിത്യവും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിരത്ത് കയ്യേറിയുള്ള കച്ചവടം മൂലമാണ് മിക്ക അപകടങ്ങളും ഉണ്ടാകുന്നത്. ഉചിതമായ നിയമ നടപടികൾ എത്രയും വേഗം ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.